വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. നമ്മളിതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാ. ഇനി അഥവാ കിട്ടാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തുള്ളത് ഒന്നും കൂടി ഒന്ന് കാണിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താവും നിങ്ങളെ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് അല്ലേ. പൂക്കാം കായ്ക്കാം. അതിനകത്തിൽ ടെസ്റ്റ് കണ്ട ഇതാവും നിങ്ങളെ നമ്മുടെ ടെസ്റ്റ് കണ്ടായിരുന്നല്ലോ. ഇതിനകത്തിൽ നമ്മളൊന്ന് വായിച്ചത്, അതുകൊണ്ട് ഇനി സമയം കളയുന്നതിൽ ഓടിച്ചിട്ട് ഞാൻ പറയാം. ഇവിടെ എൻ്റെ കുറേ കുട്ടികൾ എൻ്റെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് നിൽപ്പുണ്ട് കേട്ടോ. ചിൽഡ്രൻസ് നോക്കിക്കേ, ഇവിടെ എല്ലാ പൂക്കളിൽ നിന്നും ഇതുപോലെ കായകൾ ഉണ്ടാകുമോ ടീച്ചറും കുട്ടികളും ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ഈ കുട്ടി ചോദിക്കുക, നോക്കിയ ടീച്ചറെ ഇതുപോലെയുള്ള എല്ലാ പൂക്കളിൽ നിന്നും കായകൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, കുട്ടികളുടെ സംശയം ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒരു ശാസ്ത്ര പുസ്തകത്തിൽ കൊടുക്കാനാ. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തൊട്ടിപ്പുറത്തെ പേജ് നോക്കണേ, ഞാൻ പടം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിലും ഞാനെന്ന് വെച്ചാൽ ഒരു പാർട്ട് ഇട്ടാവും നിങ്ങളെ, എന്നാലും ഓടിച്ചിട്ടൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ എന്ന് വെച്ചാൽ അവിടെ ഉണ്ട് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് നമ്മുടെ ഇവിടെ പടത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ പൂക്കൾ തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പൂക്കളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, കാരണം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പൂക്കളുകളാണ് അല്ലേ. ഏതൊക്കെയാണ് ഇവിടെ നോക്കിയാൽ, ഫസ്റ്റ് മുക്കുറ്റിയാണ്, തുമ്പ, അതുപോലെ തന്നെ തൊട്ടാവാടിപ്പൂവ്, പിന്നെ കണിക്കൊന്ന. ഈ 4 പൂവും നമുക്ക് എപ്പോഴും അറിയാവുന്നതല്ലേ നിങ്ങളെ. മുക്കുറ്റി, തുമ്പ, തൊട്ടാവാടി, അതുപോലെ തന്നെ കണിക്കൊന്ന. അതിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടതിൽ ഏതാണ്ട് ഓസിമം എന്നാണ് ഇവിടെ എഴുതിയിരുന്നത് കേട്ടോ. ഓസിമം തുളസിയാണ്. ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു. ഓസിമം എന്ന് വെച്ചാൽ തുളസി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഗ്രാമ തുളസി എന്നൊക്കെ പറയുമല്ലോ, അതാ. തുളസിക്ക് തുളസി എന്ന് തന്നെ ഗ്രാമ തുളസി എന്ന് പറയുന്നത് വേറൊരു മണമാണ്, നല്ല മണമാണ് അല്ലേ. അതിനാണ് ഓസിമം എന്നിവിടെ ഉദ്ദേശിച്ചത്. തുമ്പയ്ക്ക് ലൂക്കസ് എന്നാട്ടോ, LEUCAS. കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ, ഞാൻ ഇവിടെ എഴുതിയതില്ല, കാരണം ഇവിടെ ഏതൊക്കെ പൂവാന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് മുക്കുറ്റി എന്താ LEUCAS ആണ് കേട്ടോ. ലൂക്കസ്, തുമ്പപ്പൂവ്, ടച്ച് മീ നോട്ട്, തൊട്ടാവാടിപ്പൂവ്, കണിക്കൊന്ന കേട്ടോ. ഇനി ഇവിടെ കുറേ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതിൻ്റെ നോട്ടും ഉണ്ട്, നോക്കൂ നിങ്ങൾ. ഇവിടെ ഡു ആൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. നോക്കി, എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുമോ, എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഫസ്റ്റ് നമ്മളോട് ചോദിച്ചാൽ, നോ ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ പൂക്കളിൽ നിന്നും കായ്കൾ ഉണ്ടാവുമോ നിങ്ങളെ? നമുക്കതൊന്നും ചിന്തിക്കാം അല്ലേ. ചിലതെന്താ പൂവായി കഴിയുമ്പോൾ ചിലതെന്താ അവിടെ നിന്ന് അടർന്ന് അങ്ങ് താഴെ പോവും, ചിലത് അവിടെ തന്നെ നിന്ന് അളിഞ്ഞ് പന്നലായി പോകും ഇല്ലേ. പല ഇതുണ്ട്, അതുകൊണ്ട് എല്ലാം അങ്ങ് പൂക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ 2 നോക്കിയേ, സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൗണ്ട് യു ആർ ഗിവൺ ഇൻ ദ പിക്ചർ ബിലോ വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ. നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അവ ഏതെല്ലാമാണെന്നാണ്. മുക്കുറ്റിയാണ്, സ്പെല്ലിംഗ് നല്ല നോക്കണേ കുഞ്ഞുങ്ങളെ. മുക്കുറ്റി, തുമ്പപ്പൂവിന് ലൂക്കസ് ആണ്, ടച്ച് മീ നോട്ട് തൊട്ടാവാടിപ്പൂവ്, കണിക്കൊന്നയുടെ പൂ. ഈ 4 എണ്ണമാണ് നമുക്ക് തന്നേക്കുന്നത്. അത് ഈ തുളസി ഇല്ലായിരുന്നു, ഞാൻ അത് മാറ്റി കേട്ടോ. അപ്പോൾ 1 2 3 4 സംശയമുള്ളവർക്ക് ദാണ്ട ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി യു നോ ദാറ്റ് ഓൾ ഫ്ലവേഴ്സ് ആർ നോട്ട് സിമിലർ. ഇൻ വിച്ച് വേ ആർ ദേ ഡിഫറൻറ്റ്? ഒബ്സർവ് ദ ഫ്ലവേഴ്സ് എറൗണ്ട് യു, ഐഡൻറ്റിഫൈ ദർ ഡൈവേഴ്സിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അതായത് എല്ലാ പൂക്കളും ഒരുപോലെയല്ല ആണോ കുഞ്ഞുങ്ങൾ? നമുക്ക് ഈ 4 പൂ തന്നത് 4 ഒരുപോലെയാണോ? അല്ല. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചുറ്റുപാടുമുള്ള പൂക്കൾ നിങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ട് അവയുടെ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ വൈവിധ്യം എന്നാണ് കേട്ടോ. അപ്പോൾ തിരിച്ചറിയുന്ന ഒരു പട്ടിക പൂർത്തിയാക്കുക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൂക്കൾ അവയുടെ നിറം, ഇവിടെ നമുക്ക് അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പൂക്കൾ അവിടെ നിറം, മണം, ഇതളുകളുടെ എണ്ണം എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ. പൂക്കൾ അവയുടെ എന്തൊക്കെ ഡിഫറൻറ്റ് ഫ്ലവേഴ്സ്, ഡിഫറൻറ്റ് കളറുകളിൽ, ഡിഫറൻറ്റ് സ്മെല്ല്, ഡിഫറൻറ്റ് നമ്പർ ഓഫ് പെറ്റൽസ് അല്ലേ. അവയുടെ ഇതളുകൾ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇത് റഫായിട്ടൊന്ന് തന്ന കുഞ്ഞുങ്ങളെ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വെച്ചാൽ പൂക്കൾ പല, ഇപ്പം മുല്ലപ്പൂവിൻ്റെ കൂട്ടാണോ പിച്ചിപ്പൂവിൻ്റെ കൂട്ടാണോ ജമന്തിപ്പൂ? അല്ല, ഓരോ പൂവിനും വ്യത്യസ്ത കളറുകളായിരിക്കും, വ്യത്യസ്ത സ്മെല്ലായിരിക്കും അല്ലേ, വ്യത്യസ്ത പെറ്റൽസുകളായിരിക്കും ഇല്ലയോ. അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ 3 എണ്ണം ഒന്ന് നല്ലപോലെ ഒന്ന് നോക്കണേ, ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ള. ഇതിനകത്തിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിലൊന്നും കാണാതെ പഠിക്കാനില്ല. നമ്മൾ പഠിക്കുന്നത് പൂക്കളെ കുറിച്ചും കായ്കളെ കുറിച്ചുമാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് കേട്ടോ.
ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത നമ്മുടെ തൊട്ട് താഴെ ആ ബോക്സിനകത്ത് പറഞ്ഞില്ലേ, അത് കണ്ട മലയാളവും ഇംഗ്ലീഷും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ. നെയിം എന്ന് വെച്ചാൽ പേര്, കളറ് നിറം, ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ മണം, എന്താ സിംഗിൾ ഫ്ലവർ അതായത് ഇൻഫ്ലോറസെൻസ്. ഈ ഒറ്റ പൂങ്കുല, നമ്മൾ ഈ ഇൻഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ തെറ്റിപ്പൂ ഒക്കെ ഉണ്ടല്ലോ, ഒരു കുലയായിട്ടല്ലേ തെറ്റിപ്പൂ നിൽക്കുന്നത് ഇല്ലേ? അതുപോലെ മുല്ലപ്പൂ ഒക്കെ കൊലയായിട്ട് നിൽക്കുന്നത്, അതിന് ഇൻഫ്ലോറസെൻസ് കേട്ടോ. നിങ്ങൾ ഈ വാക്ക് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നെങ്കിലും ഒന്ന് ഓർത്തോണേ. നമ്മളൊരു പൂങ്കുലയായിട്ട് നിൽക്കുക. റോസാപ്പൂവ് ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഉണ്ട്, റോസാപ്പൂവ് കൊലയോടെ നിൽക്കത്തില്ലേ, ഒറ്റ എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ തന്നെ 5-6 എണ്ണമൊക്കെ. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്താ ഈ തെറ്റിപ്പൂവ് കേട്ടോ. പിന്നെന്താ കുഞ്ഞുങ്ങളെ, അങ്ങനെയൊക്കെയുള്ള കുലയായിട്ട് നിൽക്കുന്ന പൂവ് കേട്ടോ. ഇനി നോ നമ്പർ ഓഫ് പെറ്റൽ, ഇതളുകളുടെ എണ്ണം. അപ്പോൾ അത് നമ്മൾ എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. നോക്കിയേ, ഫസ്റ്റ് റോസാപ്പൂവിൻ്റെ നിറം എന്താണ്? ചുവപ്പ്. അതിപ്പോൾ ഞാനിവിടെ ചുവപ്പെന്ന് എഴുതിയോണ്ട് നിങ്ങളും ചുവപ്പ് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താ, ഇപ്പോൾ പല കളറിലെ റോസാപ്പൂക്കളുണ്ട് അല്ലേ നിങ്ങൾ, ഏതൊക്കെ കളർ വേണം അല്ലേ? അതുപോലെ തന്നെ ഫ്രാഗ്രൻസ്, അതിന് മണമുണ്ടോ? ഉണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷാണ്, റോസാപ്പൂവാണ്, റെഡ് കളറാണ്, ഹാവ് സ്മെല്ല്, മണമുണ്ട് അല്ലേ? ഇത് ഇൻഫ്ലോറസെൻസ് ആണോ, ഒറ്റപ്പൂവാണോ? ഒറ്റപ്പൂ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ ഒറ്റപ്പൂവായിട്ടും എഴുതാം അല്ലേ, അതായത് സിംഗിൾ ഫ്ലോർ ആയിട്ടും എഴുതാം. റോസാപ്പൂ ഒറ്റക്കുലയായിട്ടല്ല, അല്ലാതെയും വരുന്നുണ്ട് അല്ലേ. ഇനി ഇതളുകളുടെ ധാരാളം ഇതളുകളുണ്ട്. റോസാപ്പൂവിനെ നമുക്ക് ഒറ്റ ഇതളുകൾ എണ്ണി എടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. മിനി പെറ്റൽസ്, ഒരുപാട് പെറ്റൽസ്, ഒരുപാട് ഇതളുകളുണ്ട്. ഇനി ജാസ്മിൻ, മുല്ലപ്പൂ നോക്കൂ കുഞ്ഞുങ്ങളെ, വൈറ്റ് വെള്ള കളറാണ്, ഹാവ് സ്മെല്ല് അല്ലേ, മണമുണ്ട്. പിന്നെ മുല്ലപ്പൂവ് ഒറ്റ പൂവായിട്ടും എന്താ സിംഗിൾ ഫ്ലവറായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഈ റോസാപ്പൂവ് പോലെ തന്നെ മുല്ലപ്പൂവും ഒറ്റ ഒരെണ്ണമായിട്ടുള്ളതുണ്ട് അല്ലേ. ഇനി മുല്ലപ്പൂവിന് നമുക്ക് എന്താ തട്ടായിട്ടുള്ള മുല്ലപ്പൂവുണ്ട്, മെനി പെറ്റൽസ്, ധാരാളം ഇതളുകളുണ്ട് അല്ലേ. ഇനി ലോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് എന്നോ റെഡ് എന്നോ എഴുതാം അല്ലേ. അതിന് സ്മെല്ലില്ല കുഞ്ഞുങ്ങളെ, താമരപ്പൂവിന് മണമില്ല കേട്ടോ. ഇനി സിംഗിൾ, അതൊരു ഒറ്റ പൂവാണ്, സിംഗിൾ ഫ്ലവറാണ്, മെനി പെറ്റൽസ്, ഇതിനും ധാരാളം ഇതളുകളുണ്ട്. ഇനി ആമ്പൽ, വാട്ടർ ലില്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളയുണ്ട്. പിന്നെ നോ സ്മെൽ, അതിന് മണമില്ല, അത് ഒരു സിംഗിൾ ഫ്ലവർ ആണ്. നിങ്ങൾക്ക് ഇത് തന്നെ എഴുതണമെന്നില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ അത് എങ്ങനെ എഴുതും എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അതിനെന്താ, അതിൻ്റെ പേര് എഴുതാനും, അതിൻ്റെ കളറുകൾ എഴുതാനും, അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിന് മണമുണ്ടോ ഇല്ലയോ എന്ന് എഴുതാനും, അത് ഒരു കുലയിലാണോ ഇതുണ്ടാകുന്നത്, അതുപോ ഓരോ സെപ്പറേറ്റ് ആണോ, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പൂവുകൾ ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ എഴുതണം കേട്ടോ. ഇനി ഇതിൻ്റെ പെറ്റൽസ്, അതിൻ്റെ ഇതളുകൾ എത്ര ഉണ്ട്? ഇപ്പം നമ്മളൊരു ചെമ്പരത്തിപ്പൂ എടുക്കുക കുഞ്ഞുങ്ങളെ, ചെമ്പരത്തിപ്പൂവിന് നമുക്ക് എന്താ കറക്റ്റ് 5 ഇതളുകൾ, 5 പെറ്റൽസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെമ്പരത്തിപ്പൂവിന്? പിന്നെ തട്ട് ചെമ്പരത്തിയും ഉണ്ട് അല്ലേ. ഓക്കെ ആണോ? അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ ഇതാണ്, അതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു ചെമ്പരത്തിപ്പൂ, ഈ പാടത്തിൽ നിങ്ങൾ ചെമ്പരത്തിപ്പൂ നല്ലപോലെ അറിയണം കേട്ടോ. ഒരു ചെമ്പരത്തിപ്പൂവിനെ 1, 2, 3, 4, 5 ഇതളുകൾ അല്ലേ. ഇതിനെ നമ്മളെന്താ, ഇതിനെ നമ്മൾ കൊറോള എന്നാ പറയുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ നമ്മുടെ ചുമന്ന ഇതളുകളെന്ന് നമ്മൾ പറയത്തില്ല, അതിനെ കൊറോള എന്നാ കേട്ടോ, ദളപുടം. ഇനി അതിൻ്റെ ഇങ്ങനെ ഈ പച്ച അതിൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നവർ, നിങ്ങളത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അത് സെപ്പൽസ്, വിതളം. പിന്നെ അതിൻ്റെ ആ തണ്ട്, നമ്മൾ പറയത്തില്ല, അതിൻ്റെ ആ തണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അതിനെ പെഡിസൽ. ഞാനത് കമൻറ്റിൽ കണ്ടു കുഞ്ഞുങ്ങളെ, പെഡിസലാണ് കേട്ടോ. ഞാൻ കാലിക്സ് എന്ന് എഴുതി വെച്ചത് പൂഞ്ഞെട്ടിന് കേട്ടോ. പെഡിസൽ തന്നെയാണ് പൂഞ്ഞെട്ട്. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്, ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമേ ഇല്ല. ഇനി ഞാൻ എഴുതിയാൽ എന്ത് തെറ്റുണ്ടല്ലോ, ഈ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം കണ്ടോ, പെഡിസല്. ഇതിനെ താങ്ങി നിൽക്കുന്ന, അതുകൊണ്ട് ഇങ്ങനെ താങ്ങി വെക്കുന്നതിനെ നമ്മൾ തലാമസ് എന്നാണ് പറയുന്നത് കേട്ടോ. തലാമസ്, ഇതളുകൾക്ക് കൊറോള. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഈ പടം നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. അതിൻ്റെ പാർട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനതെല്ലാം പറഞ്ഞാൽ നിങ്ങളെ ഓടിച്ചിട്ടൊന്ന് പറയാം. ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പാർട്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പെഡിസൽ, പൂഞ്ഞെട്ടാണ്. അറ്റാച്ച് ദ ഫ്ലവർ ഓഫ് ദ സ്റ്റെം, പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസൽ. ഇനി പുഷ്പാസനം, തലാമസ് എന്നാൽ എന്താണ്? പുഷ്പാസനം, തലാമസ്. പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ, പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം, അത് വന്ന് ഇരിക്കാനുള്ള അല്ലേ. നമുക്ക് കാണാൻ വേണ്ടി ഇത്രയും സാധനവും കൂടെ വന്ന് ഇരിക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ അല്ലേ, അതിനെയാണ് നമ്മളെന്താ തലാമസ്. പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്. എന്തെല്ലാം വന്ന് അതിലിരിക്കുന്ന നോക്കിയതുണ്ട്, ഈ എതളുകളെല്ലാം, ഇതിൻ്റെ ഈ ഓവറി, അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിനകത്തിൽ വന്ന് ഇരിക്കുന്നത്, അതിനെ തലാമസ്. പിന്നെ കാലിക്സ്, വിതളപുടം. ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്റ്റ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്, വിതളങ്ങൾക്ക് ചേർന്ന്
വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂമൊട്ടിനെ പൊതിഞ്ഞിത് സംരക്ഷിക്കുന്നു കേട്ടോ. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആരാ? കാലിക്സ്. ഈ കാലിക്സ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇതേലയും കാണും 5 എണ്ണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂ എടുത്ത് നോക്കണേ നിങ്ങൾ കേട്ടോ. കണ്ടോ ഇതേലെ കണ്ടോ, ഇത് ഈ പൂമൊട്ടിനെ ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് അത് വിരിഞ്ഞാണ് ഈ പൂവ് ഉണ്ടാകുന്നത് കേട്ടോ. കാലിക്സ്. അപ്പോൾ 3 എണ്ണം നോക്കണേ. മലയാളം മനസ്സിലായോ? ഒരു പൂവിൻ്റെ 3 ഭാഗങ്ങളായി ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി 4ാമത്തെ അതിൻ്റെയാണ് കൊറോള എന്ന് പറയും. എന്താ നിങ്ങളെ? കൊറോള അല്ലെ ദളപുടം. കൊറോള അല്ലെങ്കിൽ ദളപുടം. ഫോംഡ് ഓഫ് പെറ്റൽസ് ഗിവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. എന്താ നിങ്ങളെ? ഈ പൂവിനെ ദളപുടം, കൊറോള എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു പൂവിൻ്റെ ഭംഗി കൊടുക്കുന്നത് അതിൻ്റെ എന്താ? കൊറോള, അതിൻ്റെ ആ ഇതളുകളാകും നിങ്ങളെ കേട്ടോ. ഫോംഡ് ഓഫ് പെറ്റൽസ് ഗിവ് ബ്യൂട്ടി ആൻഡ് എന്താ ചാം ടു ദ ഫ്ലവർ. ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത് പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നു. ഇനി ഏറ്റവും 2 പ്രധാനപ്പെട്ട 2 എന്താ പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഈ ആൻഡ്രീസിയോ എന്നും പറയാം, ആൻഡ്രീസിയം കറക്റ്റ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും എന്നാവും നിങ്ങളെ പറയുന്നത് കേട്ടോ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. പക്ഷെ നിങ്ങൾ 6ാം ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ അല്ല ഉച്ചരിക്കുന്നതിൽ തന്നെയും നിങ്ങൾ ഇങ്ങനെ പഠിക്കാമെങ്കിൽ സ്പെല്ലിങ് തെറ്റത്തില്ല കേട്ടോ. ആൻഡ്രോസിയം എന്നും ഗൈനോസിയം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല പറയേണ്ടത്. ചിലപ്പോൾ ഇതിന് കമൻറ്റ് വരും, ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിക്കേണ്ടതെന്ന് നോക്കുക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റാതിരിക്കാൻ വേണ്ടിയാവും ഞാൻ അങ്ങനെ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? അപ്പോൾ ആൻഡ്രോ DRO എന്ന് വരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ഓ അവിടെ കാണത്തില്ല. മനസ്സിലായോ? എഴുതുമ്പോഴേ നമ്മൾ ആൻഡ്രീഷ്യം ഗൈനീഷ്യം എന്ന് പഠിക്കുമ്പോൾ ആ എന്താ ഓ ഒന്നും അവിടെ വരത്തില്ല. കാരണം അവരങ്ങനെ ഉച്ചരിച്ച് പോയി. പക്ഷേ ആൻഡ്രോസിയം കേട്ടോ, സി. അപ്പോൾ സി ഉണ്ട്, ഓ ഉണ്ടെന്നൊക്കെ കുട്ടികൾക്ക് കേട്ടോ. ആൻഡ്രോസിയം എന്ന് വെച്ചാൽ കേസരപുടം. ഫോംഡ് ഓഫ് സ്റ്റെമൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഇത് ഉറപ്പായി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻഡ്രോസിയവും ഗൈനോസിയവുമാണ് കേട്ടോ. നിങ്ങളെ കേസരപുടവും ജനിപുടവും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗവുമാണ്. ഇനി ജനിപുടം അല്ലെങ്കിൽ ഗൈനോസിയം അല്ലെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. ഗൈനോസിയം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് അല്ലെ. പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനിപുടത്തിൽ 1 അതിലധികമോ ജനികളും ഉണ്ടാകും എന്നാണ്. ഓക്കെ ആണോ? അടുത്ത കംപ്ലീറ്റ് ഫ്ലവർ. എന്താണ് ഈ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെല്ലാം പഠിച്ചായിരുന്നു നിങ്ങളെ? കാലിക്സ് എന്താണ്? ഇപ്പോൾ ഒരു 6 പാർട്ടുകൾ നമ്മൾ പഠിച്ചു കേട്ടോ. 6 എണ്ണം പഠിച്ചായിരുന്നു. ആ 6 എണ്ണത്തിൽ കാലിക്സ്, കൊറോള, ആൻഡ്രീസിയം, ഗൈനീസിയം ആൻഡ് ആർ ദ 4 മെയിൻ പാർട്ട്. ഇങ്ങനെ 4 പ്രധാന പാർട്ടുകൾ സീൻ ഇൻ ദ ഫ്ലവർ പൂവിനകത്ത് ഉണ്ട് അല്ലേ. ഈ അതായത് വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ നമ്മൾ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? അത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? കംപ്ലീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ പൂർണ്ണ പുഷ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്സ്, കൊറോള, ആൻഡ്രീസിയം, ഗൈനോസിയം ആർ ദ 4 മെയിൻ പാർട്ട്. ആൻഡ്രീഷ്യം ഗൈനീഷ്യം എന്നാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാനത് അങ്ങനെ പറഞ്ഞത്. ആൻഡ്രീഷ്യം ഗൈനീഷ്യം എന്നാണ് കേട്ടോ. ആൻഡ്രോസിയം ഗൈനോസിയം എന്ന് പഠിക്കാൻ പറഞ്ഞത് ആ സ്പെല്ലിംഗ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് കേട്ടോ. ആർ ദ 4 മെയിൻ പാർട്സ് സീൻ ഇൻ ദ ഫ്ലവർ. എ ഫ്ലവർ വിത്ത് ആൾ ദീസ് 4 പാർട്ട് ഇൻ എ കംപ്ലീറ്റ് ഫ്ലവർ കേട്ടോ. ഒരു വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ നമ്മൾ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. 7 എണ്ണം ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് നമ്മളപ്പം ഇതാണ്ട് ഇവിടെ വരെ അല്ലേ. ഇതിനകത്തിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് ഫ്ലവർ വരെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ടോ? ആർ ഓൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ഫ്ലവർ. ഞാൻ ഈ ടെസ്റ്റിലെ ആൻസർ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആർ ആൾ ഫ്ലവേഴ്സ് കംപ്ലീറ്റ്. എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ നിങ്ങളെ? എല്ലാ പുഷ്പത്തിനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല കേട്ടോ. എല്ലാ പൂവിനും അത് വേണമെന്നൊന്നുമില്ല. നോ അല്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതുകൊണ്ട് ഒരു ബോക്സ് കിടപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനത് ഈ മലയാളവും ഇംഗ്ലീഷും എഴുതിയ 2 പേർക്കും ഉപകാരപ്രധാനം തന്നെയല്ല. അതിൻ്റെ മലയാളം എന്തുവാന്നും കൂടെ പഠിക്കാമല്ലോ. നോക്കിക്കേ, പൂവ് കണ്ടോ, ഇതാകൊണ്ട് ഫ്ലവർ, പെഡിസൽ, തലാമസ്. കണ്ടോ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്ലവർ, പെഡിസൽ, തലാമസ്, സെപ്പല്, പെറ്റല്, ആൻഡ്രോഷ്യ, ഗൈനോസിയ അല്ലേ. പൂവ്, പൂഞ്ഞെട്ട്, പുഷ്പാസനം, വിതളം, ദളം, കേസരപുടം, ജനിപുടം. ഒരു റോസാപ്പൂ ഉണ്ടെങ്കിൽ റോസാപ്പൂവിന് ഇതൊക്കെ ഉണ്ടോ?
കേട്ടോ. എന്താ അതിന് പൂഞ്ഞെട്ടുണ്ട്, റോസാപ്പൂവിന് പൂഞ്ഞെട്ടുണ്ട്, അതിന് തലാമസ് ഉണ്ട്, അതിന് സെപ്പലുണ്ട്, അതിന് പെറ്റലുണ്ട്, ആൻഡ്രൂഷ്യം അല്ലേ, ആൻഡ്രീഷ്യവും ഗെയ്നീഷ്യവും ഉണ്ട്. പിന്നെ ഷൂ ഫ്ലവർ ചെമ്പരത്തി പൂവിനും എന്താ ഈ പറയുന്ന നമ്മൾ പടത്തിൽ പഠിച്ചത് അല്ലേ, അതിനും എന്താണ് പെഡിസലുണ്ട്, പൂഞ്ഞെട്ടുണ്ട്, തലാമസ് പുഷ്പാസനമുണ്ട്, സെപ്പല് അതിന് വിതളമുണ്ട്, പെറ്റല് അതിന് ദളങ്ങളുണ്ട്, ആൻഡ്രീഷ്യം അല്ലേ കേസരപുടമുണ്ട്, ഗൈനീഷ്യം എന്താ അതിന് ജേനിപുടവും ഉണ്ട് കേട്ടോ. മനസ്സിലായോ? ആ 2 ബോക്സ് നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഇനി താപ്പോട്ടും കൊടുക്കാം. മിനിമം ഇതെങ്കിലും അറിയണ്ടേ കുഞ്ഞുങ്ങളെ, കാരണം ഉള്ളതും ഇല്ലാത്തതുമായി. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, എല്ലാ പുഷ്പങ്ങളും പൂർണ്ണ പുഷ്പങ്ങളാണോ, എല്ലാം തികഞ്ഞതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. എല്ലാ പൂവിലും പൂർണ്ണ പുഷ്പങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുവാ ആണത് ഏതൊക്കെയാണെന്നുള്ളതാട്ടോ. ഇത് എല്ലാം ഉള്ളത് ഏതൊക്കെയാണെന്ന് കേട്ടോ. ഇതെല്ലാം ഉള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു എന്താ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളെ. നമ്മളോടൊരു പയ്യൻ പടത്തിൽ ചോദിക്കുന്നുണ്ട് എല്ലാ പൂക്കളും എന്താ കായ്ക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചില്ലേ എന്ന് പറയുന്ന പോലെ പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട് കേട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, പൂക്കാത്ത സസ്യങ്ങൾ ഏതെല്ലാമാണ്. നമ്മുടെ ടെസ്റ്റിൽ അത് ചോദിച്ചിട്ടുണ്ട്. പൂക്കാത്ത സസ്യങ്ങളാണ്. അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പൈന്, ഇത് പൂക്കുന്ന ഒന്നുമല്ല, ഇത് ഇലയാ, ഫുൾ ഇലയാ അല്ലേ. പിന്നെന്താണ് കുഞ്ഞുങ്ങളെ ഇതിൻ്റെ പേര് ഓർത്തോണ്ടേ, സൈക്കസ് എന്നാ കേട്ടോ. സൈക്കസ് ഇതും പൂക്കുന്നതല്ല. ഇത് തന്നെ അറിയാം, ഇതിൻ്റെ അടിഭാഗം വെള്ളയാണ്, അറിയാമോ കുഞ്ഞുങ്ങളെ. ഇത് നമ്മൾ കയ്യെ വെച്ച് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഇല പറിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടുക്കുമായിരുന്നു. വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ള കളറുണ്ട്, അത് നമ്മുടെ കയ്യിൽ അതുപോലെ പതിയും. ഈ ഇലയുടെ കൂട് കയ്യെ പതിയും കേട്ടോ. നിങ്ങളുടെയൊക്കെ അമ്മയുടെ ഒക്കെ എടുത്ത് ചോദിച്ചാൽ അമ്മയും അച്ഛനും ഒക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്താണ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ, അന്നൊന്നും ബസ്സിലല്ലല്ലോ, നടന്നല്ലേ, എത്ര ദൂരമായാലും നടന്നല്ലേ പോകുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു അല്ലേ. ഇങ്ങനെ പോകുമ്പോൾ അത് കയ്യിലടിക്കും കേട്ടോ. കയ്യിലടിക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്ക് വശം എന്താണെന്നറിയോ, ഒരു വെള്ള പൊടിയായിട്ടുള്ളത്, നല്ല രസം അത് കയ്യിൽ ചെയ്യുമ്പോൾ. അതിൻ്റെ ഫേൺസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫേൺസ് എന്ന് വെച്ചാൽ പന്നലും പറന്നലും ഒക്കെ എടുത്ത് കളയാന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ കേട്ടോ. ഇതിനെ ഫേൺസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കുഞ്ഞുങ്ങളെ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു 4 എണ്ണത്തിൻ്റെ പേര് പൈന്, സൈക്കസ്, പേര് ഓർത്തോണേ, ഫേൺസ് എന്ന് വെച്ചാൽ പന്നലെന്നാണ്. അതുപോലെ മോസസ് ഉണ്ട്, പായൽ കേട്ടോ. പായലും പൂക്കത്തില്ല കേട്ടോ. 4 എണ്ണത്തിൻ്റെ പേര്. ഇനി നമ്മുടെ ടെസ്റ്റിൽ നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കണേ. നീലക്കുറിഞ്ഞി ഈസ് എ ഷ്രബ് ദാറ്റ് ബ്യൂട്ടിഫൈസ് ദ വെസ്റ്റേൺ ഗാർഡ്സ് വിത്ത് ഇറ്റ്സ് ബ്ലൂ ഫ്ലവേഴ്സ്. ദേ ഗ്രോ ഇൻ ദ ഗ്രാസ്ലാൻഡ് ആൻഡ് ഷോള ഫോറസ്റ്റ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 1200 meters above the sea level. നീലക്കുറിഞ്ഞി ഈസ് only one among the various species of കുറിഞ്ഞി found the western ghats. They flower once in the every 12 years. അല്ലേ. Their flowers season is ഫ്രം ഓഗസ്റ്റ് ടു ഒക്ടോബർ. എന്താ കുഞ്ഞുങ്ങളെ നീലക്കുറിഞ്ഞിയെ കുറിച്ചൊന്ന് അറിയണമെന്നാ. കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് അറിയണേ നമ്മൾ. അതായത് നീലപ്പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ. ഷ്രബാണ്, കുറ്റിച്ചെടിയാണ് നമ്മുടെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. എവിടേക്കാണ്? ഷോള ഫോറസ്റ്റ് കേട്ടോ, ഗ്രാസ്ലാൻഡ് ആൻഡ് ഷോള ഫോറസ്റ്റ് കേട്ടോ. എവിടേക്കാ? പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധയിനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിൽ ഒരിക്കൽ കൂട്ടമായിട്ടാണ് പൂവിടുന്നത്. ദ ഫ്ലവർ വൺസ് ഇൻ ദ എവരി 12 years കേട്ടോ. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇത് പൂക്കുന്നത്. ഏതൊക്കെയാ? ഓഗസ്റ്റ് ടു ഒക്ടോബർ വരെയാണ് കുഞ്ഞുങ്ങളെ ഇത് പൂക്കുന്നത് കേട്ടോ. അപ്പോൾ 11 നമ്പർ ഇട്ടിട്ട് ഞാനത്, കാരണം ഓൾറെഡി എല്ലാവരുടെയും ടെസ്റ്റ് നീലക്കുറിഞ്ഞി മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് നീലക്കുറിഞ്ഞി എന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മളതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ. ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് നോക്കൂ നിങ്ങളെ. ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കള് എന്താ പ്രയോജനങ്ങൾ എന്തൊക്കെ? ഈ പൂക്കൾ നോക്കിയേ, ഇവിടെ പൂവുണ്ടോ, ഇത് തക്കാളി ഉണ്ടോ, ഇത് അതിൻ്റെ അരി, അതായത് അതിൻ്റെ പൂ വിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, അത് പൂവിൽ നിന്ന് കാണുന്നുണ്ട് ഇത് കണ്ടോ, കായ ഉൾപ്പെടെ നിൽക്കുന്ന കണ്ടോ. ഇനി ആ കായാണ് എന്താ, അതുകൊണ്ട് ഈ തക്കാളിക്ക, അതുകൊണ്ട് ഈ തക്കാളിക്കാണ് ഈ അതിൻ്റെ കുരു വീണ്ടും വിട്ട് വീണ്ടും കിളിച്ചു. അങ്ങനെ എന്താ അടുത്ത തലമുറയെ ഇങ്ങനെ ഉണ്ടാകുന്നു അല്ലേ. അപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താ, സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്?
ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? അത് ഇമ്പോർട്ടൻ്റ് ചോദ്യവും നിങ്ങളെ. അല്ലെങ്കിൽ നമുക്ക് എന്താ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്. 1. ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു. ഇതതിൻ്റെ പൂവാവും ഞങ്ങളെ. ഈ പൂവിൽ നിന്നുമാണ് എന്താ ഇത് വളർന്ന് കായ ഉണ്ടാവുന്നത്. പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നു. കണ്ടോ? ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവേഴ്സ്. ഇനി സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫ്രൂട്ട്സ്. ആ ഫലത്തിൽ നിന്നും വിത്ത് ഉണ്ടാകുന്നു. ഈ എന്താ തക്കാളിക്കയുടെ കുരു കണ്ടോ? അതിൽ നിന്നുമല്ലേ നമ്മൾ വിത്ത് എടുക്കുന്നത്? അതാണ്. സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫ്രൂട്ട്സ്. ഫലത്തിൽ നിന്നും വിത്ത് ഉണ്ടാകുന്നു. ന്യൂ പ്ലാന്റ്സ് എറൈസ് ഫ്രം സീഡ്. വിത്തിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. ആ 3 പോയിന്റ് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എല്ലാ ചെടികളും പൂക്കുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉണ്ടോ? ഇല്ല, എല്ലാ ചെടികളും പൂക്കുന്നില്ല. ഉണ്ടോ? ഇല്ല കുഞ്ഞുങ്ങളെ. ഇല്ലാത്ത ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പൈനും സൈക്കസും ഫേൺസും മോസസും ഒന്നും പൂക്കുന്നില്ല. എന്നാൽ പൂക്കുന്നതാണെങ്കിൽ എന്താ അടുത്ത തലമുറ വീണ്ടും 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 ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഫ്രൂട്ട്സ് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ. പൂവിൽ നിന്നും ഫലം ഉണ്ടാകുന്നു. സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫ്രൂട്ട്സ്. ഫലത്തിൽ നിന്നും വിത്ത് ഉണ്ടാകുന്നു. ന്യൂ പ്ലാന്റ്സ് അറൈസസ് ഫ്രം സീഡ്സ്. വിത്തിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എത്രയും ഓക്കെ ആണല്ലോ. ഇതാണ് അടുത്ത ഫ്രൂട്ട് ആൻഡ് സീഡ്സ്. നമ്മൾ ഈ പറഞ്ഞതാണ് ഇപ്പോൾ എഴുതിയ കേട്ടോ. അടുത്ത ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പം അതും എന്താ ഫ്രം ദ ഇല്ലുസ്ട്രേഷൻ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ദ ഫ്ലവർ ഹാവ് ന്യൂ പ്ലാന്റ്സ് അറൈസസ് ഫ്രൂട്ട്സ്. അവിടെ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് സീഡ്സ്. ഇനി നമുക്ക് ഞാൻ ഈ ടെസ്റ്റ് കണ്ട ഈ ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം. അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് വായിക്കുന്നില്ല എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലെ കണ്ട ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ് പോകുന്നത്. നോക്കിക്കേ. അടുത്ത എങ്ങനെയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാകുന്നത്? എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? പൂവിൽ നിന്നാണ്. പൂവിൽ നിന്ന് ഫലം എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിനാ ഫലം എന്ന് പറയുന്നത് കേട്ടോ. വിത്തും ഉണ്ടാകുന്നത്. ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്? എങ്ങനെയാ കുഞ്ഞുങ്ങളെ? ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. പ്രത്യുൽപാദനം. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് എന്താ ഫലവും വിത്തും ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്? എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? ഇങ്ങനെ കുഞ്ഞുങ്ങളെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്നും ഫലവും വിത്തും ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? 13 ഓക്കെ ആണോ? നമ്പരൊക്കെ കറക്റ്റ് ആയിട്ട് അതുപോലെ എഴുതി എടുക്കണേ. അടുത്ത നോക്കൂ കുഞ്ഞുങ്ങളെ. വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ? ഏതൊക്കെയാണ് ഈ പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? നമ്മൾ പറഞ്ഞു റീപ്രൊഡക്ഷനിലൂടെയാണ് എന്തുണ്ടാകുന്നത്? പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. ഇനി ഈ റീപ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചില്ലേ? അതായത് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ആൻഡ്രീസിയം കേട്ടോ. ആൻഡ്രോസിയം അല്ലെ ആൻഡ്രീഷ്യം അല്ലേ? എങ്ങനെ സ്പെല്ലിങ് പഠിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ആൺ പ്രത്യുൽപാദന അവയവം കേസരപുടം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഗൈനീഷ്യം, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. പെൺ പ്രത്യുൽപാദന അവയവമാണ് ജനിപുടം. ഇത് രണ്ടും നല്ലപോലെ പഠിച്ചിരിക്കണം കേട്ടോ. മെയില് കേസരപുടവും ഫീമെയില് ജനിപുടവും, ആൻഡ്രോസിയവും കീനോസിയവും കേട്ടോ. ഇനി ഇതൊക്കെ എന്തുവാ? നമ്മൾ ഈ പറഞ്ഞ ഈ ആൻഡ്രോസിയം കുറച്ച് നേരം കൊണ്ട് തന്നെ ആൻഡ്രോസിയം കീനോസിയം അല്ലേ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞത് എന്തുവാ അല്ലേ? നോക്കാം കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ ടെസ്റ്റിനകത്തുള്ളാണ്ട് പടം ഉൾപ്പെടെ നിങ്ങൾ ആ പടം കണ്ടോ? ഇതിൻ്റെ സ്റ്റേമൻസ് കാർപ്പല് അല്ല ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഈ മഞ്ഞ ഈ കമ്പ് പോലെ ഇരിക്കും മഞ്ഞ കണ്ട ഇതിൻ്റെ ഈ തുമ്പത്തിരിക്കുന്ന സാധനമാണ് അതിൻ്റെ ആന്തർ. ഈ കമ്പ് പോലെ ഇരിക്കുന്ന സാധനം അതിൻ്റെ ഫിലമെൻ്റ്. ഇത് വരച്ച് പഠിക്കണം കേട്ടോ. ഫിലമെൻ്റ് ഏതാണ്, ആന്തർ ഏതാണ്? അതായത് ഇത് സ്റ്റേമൻ ഇല്ലേ? ഈ സ്റ്റേമൻ്റെ 2 ഭാഗമാണ് ഫിലമെൻറ്റും ആന്തറും. ഇനി കാർപ്പലിന് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. ഒവ്യൂള്, ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ കേട്ടോ. സ്റ്റെമൻ എന്തൊക്കെയാണ് വരുന്നത്? ഇതാട്ടെ സ്റ്റെമനകത്തിൽ എന്തൊക്കെയാണ്? കാർപ്പലിനകത്തിൽ ഈ പൂവിനകത്തിലെ 2 കാര്യങ്ങളായത്. ഇതിനകത്തിൽ ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. ഈ ചാപ്റ്റർ മൊത്തം ചെമ്പരത്തി പോവാം. ഇത് പഠിച്ച് അവസാനം അത് ചെവി വെച്ചുകൊണ്ട് പോകാനുള്ള ഇത് വരരുത് കേട്ടോ. ചെമ്പരത്തി ഈ പാഠം മൊത്തം പൂവിനെ കുറിച്ചാണ് വെച്ചേക്കണേ കേട്ടോ. പൂവും
കേട്ടോ. അപ്പോൾ ഇത് പഠിച്ച് അവസാനം ഇതും വെച്ചുള്ള പപ്പ പോകുന്ന പോലെ പോകരുത്. അപ്പം നമ്മൾ പഠിക്കുന്നത് ആൻഡ്രോസീത്തെ കുറിച്ചാണ്. നോക്കൂ നിങ്ങളെ, ആൻഡ്രോസിയം ഈസ് എ കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. സ്റ്റേമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആൻഡർ. അതാണ്ടില് സ്റ്റേമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമെൻറ്റും ആൻഡറും ചേർന്നതാണ്. സ്റ്റേമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമെൻ്റ് ഈ കമ്പ് പോലിരിക്കുന്നത്. ആൻഡ് ഇതാവും നിങ്ങളെ ഒരു പൂ, നിങ്ങൾ ചെമ്പരത്തി പൂ എടുത്ത് അതിനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കീറി നോക്കിയാൽ അതാണ്ട് അറിയാൻ പറ്റും കേട്ടോ, ഫിലമെൻറ്റും ആൻഡറും കേട്ടോ. എന്താ അതിന് മലയാളം എന്താ? തന്തുകം, പരാഗി. മലയാളം ഓർത്തോണേ, ഫിലമെൻ്റ്, തന്തുകം, ആൻഡർ, പരാഗി കേട്ടോ. ആൻഡ്രോഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. സ്റ്റേമൻസ് ഹാവ് പാർട്ട് കാൾഡ് ഫിലമെൻ്റ് ആൻഡ് ആൻഡർ. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പോളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആൻഡർ ചേമ്പേഴ്സ്. ചാമ്പേഴ്സ് എന്നും ചേമ്പേഴ്സ് എന്നും വായിക്കേണ്ട, CH ചേമ്പേഴ്സ് എന്നാണ് കൂടുതലും കേട്ടോ. അതായത് പരാഗയിലെ അറകൾ, ചേമ്പർ കേട്ടോ. പരാഗയിലെ അറകളിലാണ് പരാഗരേണുക്കളുള്ളത്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻസ് മെയിൽ ഗ്യാമേറ്റ്സ്. പുംബീജത്തെ, അതായത് ആൺബീജകോശം വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. എന്താണ് കേസരപുടം എന്നതാണ്. അപ്പോൾ കേസരപുടം എന്താണെന്ന് നമ്മളിപ്പോൾ നിങ്ങളിത് പോയിന്റ് തിരിച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടാണ് ഇങ്ങനെ പോയിന്റ് തിരിച്ച് പഠിക്കാൻ. 4 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലേ പഠിക്കാൻ കേട്ടോ. പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 15 അടുത്ത നമ്മളിപ്പോൾ കേസരപുടം പഠിച്ചെങ്കിൽ ജനിപുടവും പഠിക്കണ്ടേ കുഞ്ഞുങ്ങളെ അല്ലേ? ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഗൈനീഷ്യം ഇസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. നമ്മൾ പഠിച്ചതാ അല്ലേ? പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനിപുടം എന്ന് പറയുന്നത്. ദ കാർപ്പൽ കൺസിസ്റ്റ്, ഇതാണ് കാർപ്പലിനകത്തിൽ കൺസിസ്റ്റ് ചെയ്ത് സ്റ്റെമനകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കണ്ടല്ലോ, 2 എണ്ണേ ഉള്ളൂ. പക്ഷേ കാർപ്പലിനകത്തിൽ നോക്കുകയും നിങ്ങളെ എന്തൊക്കെയുണ്ട്? സ്റ്റിഗ്മയുണ്ട് അല്ലേ, സ്റ്റൈലുണ്ട്, ഓവറിയുണ്ട്, ഒവ്യൂളുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് നോക്കിയ കാർപ്പൽസിനകത്തിൽ. കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ, പരാഗണ സ്ഥലം, സ്റ്റൈൽ എന്ന് വെച്ചാൽ ജനിതണ്ട്, ആൻഡ് ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയം. ഇതെല്ലാം ചേർന്നതാണ് കാർപ്പല് കേട്ടോ. ജെനി എന്നാണ് അതിൻ്റെ മലയാളം. കാർപ്പലിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? ജെനി വുഡാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? കാർപ്പല്. ദ എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ്സ് ഈസ് ഫൗണ്ട് വിതിൻ ദ ഒവ്യൂൾ ഇൻ ദ ഓവറി. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് ഈ അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഇവിടെ കണ്ടോ, ഇതിനകത്താണ് കേട്ടോ. അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഇപ്പം ഗൈനീഷ്യം എന്നാൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇതിപ്പോൾ ഒത്തിരിയായിട്ട് ഇത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ? മലയാളവും ഇംഗ്ലീഷും കൂടി എഴുതി വെച്ചതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അവനവൻ്റെ എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയെടുത്താൽ എന്താണെന്നറിയോ? നമുക്ക് അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം എഴുതിയെടുത്തെന്ന് വെച്ചോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എടുത്ത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും. അതേപോലെ 2 കൂടി എഴുതിയെടുക്കാമെങ്കിലേ കേട്ടോ. അടുത്ത 17ാമത്തെ വിച്ച് ആർ ദ പാർട്ട് ഓഫ് എ സ്റ്റെമൻ. കുഞ്ഞുങ്ങൾ ഇവിടെ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് കേസരം അല്ലെങ്കിൽ സ്റ്റെമൻ എന്ന് പറയുന്നത്? സ്റ്റെമൻ എന്ന് വെച്ചാൽ കേസരം എന്നാണ്. കേസരവും ജെനി, ഇത് കേസരം, ഇത് ജെനി കേട്ടോ. സ്റ്റെമൻ, സ്കാർപ്പല്, ഇത് ഏതൊക്കെയാവും നിങ്ങളെ? ഫിലമെൻറ്റും ആൻഡറും കേട്ടോ. എന്ന് വെച്ചാൽ ആൻഡറും ഫിലമെൻറ്റും തന്തുകവും പരാഗിയും ചേർന്നതാണ് കേസരം. അടുത്ത വേറെ ആറ് പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്. നമ്മുടെ ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് എവിടെയാണ്? പരാഗരേണുകൾ കാണപ്പെടുന്നത് പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആൻഡർ ചാമ്പേഴ്സ് കേട്ടോ. ചാമ്പേഴ്സ് എന്ന് വെച്ചാൽ അറകൾ എന്നാണ് കേട്ടോ. ആൻഡർ എന്ന് വെച്ചാൽ പരാഗിയിലെ അറകളിൽ. ഇനി വിച്ച് ആർ ദ പാർട്ട് ഓഫ് ദ കാർപ്പൽസ്. ജെനിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ? നമ്മളിപ്പോൾ പറഞ്ഞ അല്ലേ, ജെനി എന്ന് വെച്ചാൽ എന്താ? കാർപ്പലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി കേട്ടോ. ഓവറി ആൻഡ് ഒവ്യൂള് 4 എഴുതണം കേട്ടോ. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഒവ്യൂള്. പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ടാശയം, ഒവ്യൂള് കേട്ടോ. ഒവ്യൂള്. ഓക്കെ, അത്രയായും നിങ്ങളെ 19 എണ്ണം. 20ാമത്തെ ചോദ്യം വേർ ഈസ് ഫീമെയിൽ ഗാമേറ്റ്
ഗ്യാമേറ്റ്സ് സീന്. എവിടെയാണ് ഫീമെയിൽ ഗ്യാമേറ്റ് സീൻ ചെയ്യുന്നത്? പെൺബീജം കാണപ്പെടുന്നത് എവിടെയാണ്? ഒവ്യൂളിൻ്റെ ഓവറി, അണ്ടാശയത്തിനുള്ളിലെ ഒവ്യൂളിലാണ് എവിടെയാണ് പെൺബീജം കാണപ്പെടുന്നത്. ഇനി ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു പടം തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ? അത് നിങ്ങളൊന്ന് എഴുതിയേക്കണേ കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ മലയാളം മീഡിയക്കാരും എഴുതിക്കോണേ. ഏതാണ്ട് ഇത് സ്റ്റേമൻ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളുടെ. STAMEN സ്റ്റേമൻ എന്ന് വെച്ചാൽ കേസരപുടം എന്നാണ് കേട്ടോ. മലയാളം എന്താ? കേസരപുടം, മലയാളംകാർക്ക് സ്റ്റേമൻ. ഇനി ഇതിനെ എന്താ പറയുന്നത്? പരാഗി. പരാഗി എന്ന് വെച്ചാൽ ആന്തർ, ANTHER ആന്തർ. പിന്നെ ഇതിന് നമ്മൾ ദളപുടം അല്ലേ? ദളപുടം അതായത് കൊറോള. ഇനി ഇത് വിതളപുടം, അതിനെ വിതളപുടം. കാലിക്സ്, CALYX കാലിക്സ്. എന്നിട്ട് ഇതിനകത്തിരിക്കുന്നത് എന്തോ നമ്മൾ പറഞ്ഞല്ലേ? ഒവ്യൂള്, OVULE ഒവ്യൂള്. പിന്നെ ഇതിനെ താങ്ങി നിർത്തുന്നത് പുഷ്പാസനം, അതായത് തലാമസ്. പിന്നെ ഇത് പെഡിസൽ അല്ലേ? പൂഞ്ഞെട്ടിന് പെഡിസൽ, PDICL. നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പടം ഉൾപ്പെടെ കുഴപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനകത്ത് തെറ്റുവല്ലോ ഉണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ഓൾറെഡി പടം ഉണ്ട് അപ്പുറത്ത് കേട്ടോ. അത് നോക്കി എഴുതണേ കുഞ്ഞുങ്ങളെ. ചെമ്പരത്തിപ്പൂവിൻ്റെ പടം വരച്ചിട്ട് ഭാഗം അടയാളപ്പെടുത്താനാണ് 23-ാമത്തെ 21-ാമത്തെ അത് നമ്മൾ അടയാളപ്പെടുത്തി. എൻ്റെ തൊട്ട് താഴെ ക്യാൻ എ ഫ്ലവർ ഹാവ് മോർ ദാൻ 1 ഓവറി? ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പൂവിനകത്തിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകുമോ കുഞ്ഞുങ്ങളെ? മോർ ദാൻ 1 ഓവറി ഉണ്ടാവും. യെസ്, സം ഫ്ലവേഴ്സ് ഹാവ് മോർ ദാൻ 1 ഓവറി ഉണ്ടാകും. ചില പൂക്കളിൽ ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടാകും. ഗീവ് എക്സാമ്പിൾ ഓഫ് ഫ്ലവറിംഗ് ഹാവ് മൾട്ടിപ്പിൾ ഓവറീസ് ഇൻ എ സിംഗിൾ ഫ്ലവർ. ഒരു പൂവിൽ ഒന്നിലധികം അണ്ടാശയമുള്ള പൂവുകൾക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ. നോക്കിയേ, ചെമ്പകപ്പൂവ്, ചെമ്പകപ്പൂ. ലോട്ടസ്, താമരക്കകത്തിലും ഒന്നിലധികം ഓവറി ഉണ്ട് കേട്ടോ. കസ്റ്റാർഡ് ആപ്പിള്, സീതപ്പഴം എന്ന് പറയും കുഞ്ഞുങ്ങളെ. സീതപ്പഴം, കസ്റ്റാർഡ് ആപ്പിള്. ആൻഡ് അരണമരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അരണമരം അതായത് പോളിയാത്തിയ എന്നാണ് കേട്ടോ അതിൻ്റെ മലയാളം. പോളിയാത്തിയ. എൻ്റെ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്രയാണ് നമ്മൾ പാർട്ട് 2 ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 23 ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കസ്റ്റാർഡ് ആപ്പിള്, പോളിയാത്തിയ എന്നാണ് കേട്ടോ. അരണമരം നിങ്ങളുടെ യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്താൽ അറിയാം. നീണ്ടു നിന്ന് കണ്ടിങ്ങനെ വലിയ ഇലയായിട്ട് നിൽക്കുന്നത് കേട്ടോ. നിങ്ങളത് യൂട്യൂബിലൊന്ന് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതായിരുന്നു എന്ന് വിചാരിക്കും കേട്ടോ. അരണമരം, പോളിയാൽത്തിയ വായിക്കാൻ അറിയാമല്ലോ. ചെമ്പകപ്പൂവ്, ചെമ്പകം, ലോട്ടസ്, കസ്റ്റാർഡ് ആപ്പിള്, പോളിയാൽത്തിയ. 23 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തന്നിട്ടുണ്ട്. വൃത്തിയായിട്ടിരുന്ന് എഴുതി പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഓണം ഒക്കെ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇപ്പം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ പോരട്ടെ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.